ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിൽ ഇന്ന് നടക്കുന്ന ഏതൊരു പ്രശ്നത്തെക്കുറിച്ച് ആലോചിച്ചാലും ഇപ്പം കൊലപാതകം ആവട്ടെ, കത്തിക്കുത്താകട്ടെ, അല്ലെങ്കിൽ ഈ പറയുന്നവർക്ക് പീഡനമാവട്ടെ, അടിപിടിയാകട്ടെ, എന്ത് തന്നെ കേസ് എടുത്തു കഴിഞ്ഞാലും അവസാനം പറയപ്പെടുന്ന ഒരു പേരുണ്ട്, ലഹരി എന്ന് പറയുന്നൊരു സംഭവം, അല്ലെങ്കിൽ ഈ പറയുന്ന അത്തരത്തിൽ പറയപ്പെടുന്ന കാര്യങ്ങൾ. അപ്പം ഇന്ന് കേട്ടൊരു വാർത്തയുണ്ട്, അതായത് മലപ്പുറം വളാഞ്ചേരിയിലെ ഒരു പ്രധാനപ്പെട്ട വാർത്ത. ഇതുപോലെ ലഹരി മരുന്ന് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് പിടിപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അസുഖത്തെക്കുറിച്ച്, അതായത് എയ്ഡ്സ് വ്യാപനത്തെക്കുറിച്ച് ഇന്നറിഞ്ഞൊരു വാർത്തയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു. അതായത് മലപ്പുറം വളാഞ്ചേരിയിൽ ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ഇതിൽ കൂടുതലെന്നാണ് പറയപ്പെടുന്നതെന്ന് പറയുന്നത്. ഇവരടക്കം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബ്രൗൺ ഷുഗറിൻ്റെ മറ്റൊരു വിഭാഗത്തിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇനമായിട്ടുള്ള ടോമ എന്ന പേരുള്ള ഒരു ലഹരി മരുന്നും അല്ലെങ്കിൽ മയക്കുമരുന്നും. ഈ മയക്കുമരുന്നിന് മില്ലിഗ്രാമിന് പോലും ആയിരങ്ങളാണ് വിലയുള്ളതെന്ന് പറയുന്നത്. പക്ഷേ ഇത് യഥേഷ്ടം പെരുമ്പാവൂരിൽ നിന്നാണ് ഇത് കൊണ്ടെത്തിക്കുന്ന തരത്തിലെന്നുള്ള വാർത്തകളൊക്കെയാണ് വന്നിരിക്കുന്നതെന്ന് പറയുന്നത്. ഇത് കൊണ്ടുവന്നതിന് ശേഷം ഇതൊരു കുപ്പിയിലാണ് കിട്ടുന്നതെന്ന് പറയുന്നത്. ഇതിൻ്റെ ചെറിയൊരു പോർഷൻ എടുത്ത് വെള്ളത്തിൽ ലയിപ്പിച്ച് ഇവർ സിറിഞ്ചിനകത്താക്കി അങ്ങനെ കുത്തിയാണ് ഇത് ഉപയോഗിക്കപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് വിൽപ്പനക്കാരൻ കൊണ്ടുവരുന്ന സമയത്ത് സിറിഞ്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇത് ഉപയോഗിക്കുന്നവർക്ക് കൊടുക്കുന്നത്, അതായത് നിൽക്കുന്ന അത്രയും പേർക്ക് കൊടുക്കുന്ന രീതിയിലേക്കാണ്. അത് ഒരേ സിറിഞ്ച് തന്നെ ആവർത്തിച്ച് ഇതിൻ്റെ ഉപയോക്താക്കളായി മാറിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ കുത്തുകയാണ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ട് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇതിൻ്റെ ഫലമായിട്ട് ഇപ്പം അവരിൽ ലഹരി മരുന്നിന് അടിമകളായിട്ടുള്ള ഇത്തരത്തിലുള്ള ആൾക്കാരിൽ നടത്തിയിട്ടുള്ള ഈ പറയുന്ന ആരോഗ്യകരമായിട്ടുള്ള അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ടെസ്റ്റുകളും മറ്റും നടത്തിയതിനെ തുടർന്ന് അറിയാൻ പറ്റിയിട്ടുള്ളത് 15 പേരെ. ഒന്നാമത്തെ കാര്യം, ഇതിൻ്റെ ടെസ്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ആരോഗ്യ പ്രവർത്തകർ ഇത് അന്വേഷിക്കുക അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ അവരോട് ചെല്ലുന്ന സമയത്ത് അധികം ആരും അതിന് തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. അതിലപ്പുറത്തേക്ക് ഇതര സംസ്ഥാന തൊഴിലാളികൾ പകുതിയിലധികം ഈ പറയുന്ന സ്ഥലത്ത് നിന്ന് അവരുടെ നാട്ടിലേക്ക് പോയി കഴിയുന്നു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത്. അപ്പം ബാക്കി അവർക്ക് കിട്ടിയിട്ടുള്ള 15 പേരെ ടെസ്റ്റ് ചെയ്ത സമയത്ത് അതിൽ 10 പേരും, 15 പേരിൽ ഓർക്കണം, 15 പേരെ എടുത്ത് ടെസ്റ്റ് ചെയ്തപ്പം 10 പേരും എയ്ഡ്സ് ബാധിതരായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഇത് എത്ര പേരാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒരേ സിറിഞ്ച് തന്നെ ഇത്തരത്തിൽ കുത്തിവെക്കപ്പെട്ടതിലൂടെ എത്ര പേർക്കാണ് ഈ രോഗത്തിൻ്റെ അതിവ്യാപനം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളൊരു സംഭവമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് പലരും മറച്ചു വയ്ക്കുന്നു, അറിഞ്ഞിട്ട് പോലും. ചിലപ്പോൾ ഒരുപക്ഷെ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ വന്നതിനെ തുടർന്ന് ഇത് ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് സ്വയം അറിയുന്ന കാര്യമാണ്. അപ്പോൾ അവർക്ക് തന്നെ ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമായിരിക്കും. അതല്ലെന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിച്ചതുകൊണ്ടുള്ള പേടി കാരണം നമ്മൾ എയ്ഡ്സ് എന്ന് പറയുന്ന രോഗത്തിനെ ഇനി എത്ര തരത്തിൽ ആൾക്കാർ അതിൻ്റെ വ്യാപന രീതിയെക്കുറിച്ചായാലും അല്ലെങ്കിൽ ആ രോഗത്തിനെക്കുറിച്ച് അതിനെ എങ്ങനെ നേരിടണം, അല്ലെങ്കിൽ ആ രോഗത്തിനെ ഭയങ്കരമായിട്ട് ചില ആൾക്കാർ വെറുക്കുന്നത് പോലെ കാണപ്പെടുന്ന ഒരു രീതി പണ്ട് മുതലേ നമ്മൾക്കിടയിൽ ഒരു ചെറിയ തോതിലെങ്കിലും നിലനിൽക്കുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതിനൊരു അവഹേളനം പോലെ ഈ എയ്ഡ്സ് കിട്ടുക, അതിൻ്റെ കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. എയ്ഡ്സ് ലൈംഗിക ബന്ധങ്ങളിലൂടെ മാത്രമേ പരക്കപ്പെടൂ എന്ന് മാത്രം വിചാരിക്കുന്ന, അല്ലെങ്കിൽ അതിനെ ഭയങ്കരമായിട്ട് മറ്റൊരു ലെവലിൽ മാത്രം കണക്കാക്കപ്പെടുന്ന ഒരു കൂട്ടർ നമ്മുടെ ഇടയിലുണ്ട്. ഇതിൻ്റെ മറ്റ് കാരണങ്ങളെക്കുറിച്ച് അവരൊന്നും ഈ പറയുന്ന അവർക്ക് അവബോധമില്ല. അതിനെക്കുറിച്ച് കേട്ട് കഴിഞ്ഞാൽ അവർക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ അല്ലെങ്കിൽ അവർ തയ്യാറാവുന്നില്ല എന്നൊരു കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ തനിക്ക് എയ്ഡ്സ് ആണെന്ന് മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു സംഭവമായിപ്പോവും എന്ന് വിചാരിക്കുന്നവരാണ് മലയാളികളിൽ ഒരു കൂട്ടം ആൾക്കാർ. മലയാളമല്ല, ഇനി ഏത് തരത്തിൽപ്പെട്ടതായി കഴിഞ്ഞാൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാവർക്കും, പഠിക്കുന്നവർക്കും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിഞ്ഞവർക്കും ഒക്കെ അറിയുന്നൊരു കാര്യമാണ്. എയ്ഡ്സ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരാൾ എയ്ഡ്സ് ബാധിതനായിട്ടുള്ള ഒരു വ്യക്തിയിൽ ഉപയോഗിക്കപ്പെട്ട സിറിഞ്ച് ഇനി മറ്റൊരാളിൽ ഉപയോഗിക്കപ്പെട്ടു കഴിഞ്ഞാൽ അവർക്കും ഈ ഒരു രോഗം ബാധിക്കുന്നതാണ്. അത് ഈ രക്തദാനം പോലുള്ള കാര്യങ്ങളിലൂടെ നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്. ഇതിനെക്കുറിച്ച് ഞാൻ ഇതിന് മുന്നേ വായിച്ചിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. ആ ആർട്ടിക്കിൾ വായിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, അറിഞ്ഞുകൊണ്ട് എയ്ഡ്സ് ബാധിതരായിട്ടുള്ള വ്യക്തികൾ അറിഞ്ഞുകൊണ്ട് രക്തദാനം ചെയ്തിട്ടുണ്ടെന്നൊരു വാർത്ത കേട്ടിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചുള്ള കാര്യം കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു തരത്തിലുള്ള എന്താ പറയുന്നത്, സാഡിസ്റ്റ് മനോഭാവം എന്നൊന്നുമില്ല, അതിൻ്റെ അങ്ങേ തലത്തിലുള്ളൊരു സംഭവമാണ് അതെന്ന് പറയുന്നത്. എനിക്കും കിട്ടി, ഇനി സ്വാഭാവികമായിട്ടും കുറച്ച് പേർക്കും കൂടെ കിട്ടട്ടെ എന്നൊരു തരം. അതിൻ്റെ കാര്യം എന്ന് പറയുന്നത്, ഈ ലൈംഗിക ബന്ധങ്ങളിലേക്ക് ആവശ്യമില്ലാത്ത തരത്തിലുള്ള ബന്ധങ്ങളിലേക്ക്, അല്ലെങ്കിൽ ഈ പറയുന്ന അതിനുള്ള പ്രിക്വേഷൻസ് ഒന്നും എടുക്കാതെ അത്തരത്തിലുള്ള ബന്ധങ്ങളിലേക്ക് പോയി ചാടുന്ന ആൾക്കാരുണ്ട്, അവരുടെ അപ്പോഴത്തെ മനസ്സുഖങ്ങൾക്കും ബാക്കി കാര്യങ്ങൾക്കും വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ എയ്ഡ്സ് ബാധിതരെ, കാരണം ഒരു തരത്തിലുള്ള സേഫ്റ്റിയും ഇല്ലാതെ പല സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ നമുക്കറിയാവുന്നതാണ് ഈ സെക്ഷലി ഉള്ള കാര്യങ്ങൾ നടത്തുന്ന, ബോംബെ പോലുള്ള കാര്യങ്ങൾ. ബോംബെയിൽ മാത്രമല്ല, ഇത് ഡൽഹി, ഇനി ഈ ഇടയ്ക്ക് കേട്ടൊരു വാർത്തയുണ്ട്, ഡൽഹിയിൽ നിന്നാണ് ഒന്ന് പിടികൂടിയ 20-25 പെൺകുട്ടികളെ പിടികൂടിയത്. അതായത് നേപ്പാളിൽ നിന്ന് കൊണ്ടുവന്ന തരത്തിൽ ഈ സെക്ഷൽ വർക്കിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നു. അപ്പം ഇത്തരത്തിലൊരു കാര്യങ്ങൾ ഇന്ത്യ മൊത്തത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ യഥേഷ്ടം അതിലപ്പുറത്തേക്ക് നമ്മൾ തന്നെ ഇപ്പോഴും ഒരുപാട് ആപ്പുകളെ കുറിച്ച് കേൾക്കുന്നുണ്ട്. ഇതിനകത്തൊക്കെ ഈ പറയുന്ന കണക്ക് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് ഈ സംഭവം. ഇതിനകത്ത് ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നു, വീഡിയോ കോളിലൂടെ മറ്റു കാര്യങ്ങളിലൂടെയുള്ള ഇത്തരത്തിലുള്ള സെക്ഷലുള്ള വർത്തമാനങ്ങളിലൂടെ പൈസ സമ്പാദിക്കുന്നു എങ്കിൽ
ഒരു തരത്തിലുള്ള കോളേജ് കുട്ടികൾ അതിനെക്കുറിച്ച് കൃത്യമായി അന്വേഷിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് മാറി അന്യ നാട്ടിൽ പോയി നിന്നുകൊണ്ട് ഞാൻ പറയുന്നു, എല്ലാവരും നല്ല പറയുന്നത്, പക്ഷേ ഇത് നടക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ചെറിയ തോതിലുള്ള 500, 600, 1000 അവരെ പോക്കറ്റ് മണി സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ പോകുന്ന പെൺകുട്ടികളുണ്ട്. അത് ബാംഗ്ലൂർ അടക്കമുള്ള സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അന്വേഷിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. അപ്പം സ്വാഭാവികമായിട്ടും ഇതുമൂലം ഈ രോഗത്തിൻ്റെ വ്യാപനം എന്ന് പറയുന്നത് പലതരത്തിലാണ് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഇത്തരത്തിലുള്ള ബന്ധങ്ങളിലൂടെ. അപ്പം അതുകൊണ്ട് തന്നെ ഇത് മാത്രമാണോ ഇതിൻ്റെ ഒരു സംഭവം? നമുക്ക് സ്വാഭാവികമായിട്ട് അറിയുന്നൊരു കാര്യമാണ്. ഇപ്പം ഇത്തരത്തിലൊരു റിലേഷന് പോയി എയ്ഡ്സ് ബാധിച്ച ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇത് അറിയണമെന്നില്ല. ഒന്നാമത്തെ കാര്യം, ഇതിൻ്റെ ബാധിതനായി കുറച്ച് നാളായി, എനിക്കൊന്ന് 3-6 മാസത്തിൻ്റെ എന്തോ പീരീഡ് ഉണ്ടെന്ന് തോന്നുന്നു. അതിന് ശേഷം മാത്രമാണ് ഈ രോഗത്തിൻ്റെ ഇത് അറിയാൻ പറ്റുന്നതെന്ന് പറയുന്നത്. അതുവരെ ഇത് സൈലൻ്റ് ആയിരിക്കുന്ന തരത്തിലൊന്നും എവിടെയോ വായിച്ചിട്ടുണ്ട്. ശരിയല്ലെന്നുണ്ടെങ്കിൽ അറിയാവുന്ന ആൾക്കാർ തിരുത്തുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് അറിയപ്പെടാതെ ഭാര്യയുമായി ഇത്തരത്തിൽ ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് അതിലൂടെ ജനിക്കുന്ന കുഞ്ഞിന് ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഒരിക്കലും ആ കുഞ്ഞോ ആ ഭാര്യയോ ഇത് അറിഞ്ഞുകൊണ്ട് വരുത്തി വെക്കുന്ന വിനയോ ഒന്നും സംഭവമല്ല. അവർക്ക് അറിയാതെ പറ്റിപ്പോകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരിക്കലും തങ്ങൾ ചെന്ന് ചാടി ഇത്തരത്തിലൊരു രോഗത്തിന് ഇരയാക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറ്റൊരാളിലേക്ക് എത്തിക്കപ്പെടാതിരിക്കുക എന്നൊരു നന്മയെങ്കിലും ചെയ്യുക എന്നുള്ളത്. പിന്നെ ഇതിനൊക്കെ മുതിരുന്ന ആൾക്കാർക്ക് എത്രമാത്രം നന്മയുണ്ട് എന്നൊരു സംഭവം ഏറ്റവും വലിയൊരു ക്വസ്റ്റ്യനാണ്. അതുകൊണ്ട് അവരൊക്കെ അത് തയ്യാറാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നുള്ളത് മറ്റൊരു വസ്തുത കൂടിയാണ്. പക്ഷേ ഈ രോഗവ്യാപനം എന്ന് പറയുന്നത്, എയ്ഡ്സിൻ്റെ വ്യാപനം എന്ന് പറയുന്നത്, ഈ സിറിഞ്ചിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്, ഈ ടോമ എന്ന് പറയുന്ന ലഹരിമരുന്നിൻ്റെ വ്യാപനം എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിൽ വളരെയധികം, വളാഞ്ചേരിയിൽ ഭയങ്കരമായിട്ട് വ്യാപിച്ചിരിക്കുന്നത് തന്നെയാണ് റിപ്പോർട്ടുകൾ വന്നിട്ടുള്ള, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള വാർത്തയിൽ ഞാൻ വായിച്ചിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് പെരുമ്പാവൂരിൽ നിന്ന് എത്തിക്കുന്നു എന്നൊരു സംഭവം കൂടി ഞാൻ അതിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ പെരുമ്പാവൂർ കേന്ദ്രീകരിച്ചും ഇതൊക്കെ സ്വാഭാവികമായിട്ടും നടക്കുന്നു എന്ന് തന്നെ വിചാരിക്കണം. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മളിപ്പോൾ കേട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ മയക്കുമരുന്ന് മറ്റ് വേറെ രീതിക്ക് എനിക്കിതിനെക്കുറിച്ച് പറഞ്ഞ പക്ഷേ നമ്മൾ സിനിമയിൽ കണ്ട് മാത്രമുള്ളതാണ്. അത് ഈ പറയുന്ന മൂക്കിൽ കൂടി വലിച്ചു കയറ്റി അത്തരത്തിലൊക്കെയാണ് കണ്ടിട്ടുള്ളതെന്ന് പറയുന്നത്. അതുമൂലം ആൾക്കാരിൽ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, പീഡനം, അല്ലെങ്കിൽ അമ്മയെ തന്നെ കൊല്ലുന്നത്, സഹോദരിയെ തന്നെ കൊല്ലുന്നത്, അച്ഛനെ തന്നെ കൊല്ലുന്നത്, അല്ലെങ്കിൽ കൂട്ടുകാരെ അഴിച്ചു കൊല്ലുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ മനോനില തന്നെ തെറ്റിക്കുന്ന തരത്തിലാണ് ലഹരി മരുന്നിൻ്റെ ഉപയോഗം എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അതിലപ്പുറത്തേക്കാണ് ഈ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ അനുഭവിക്കാൻ പോകുന്ന ദുരവസ്ഥകളെന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും രോഗപ്രതിരോധ ശേഷി അങ്ങേയറ്റം കുറയുകയും പിന്നീട് എന്തൊക്കെ സംഭവിക്കുന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അപ്പം ഇനി ഏത് തരത്തിൽ ലഹരി മരുന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് ശരീരത്തിനും മാത്രമല്ല ആ വ്യക്തി താമസിക്കുന്ന കുടുംബത്തിനും ആ കുടുംബം ഉൾക്കൊള്ളുന്ന സമൂഹത്തിനും അത് കേട് തന്നെയാണ് സ്വാഭാവികമായിട്ടും. പക്ഷേ ഇതുപോലുള്ള ലഹരി മരുന്നിൻ്റെ വ്യാപനമൊക്കെ അറിഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അത് നിയമവശം അതിനെ നിർത്തലാക്കേണ്ട ഒരു കാര്യമാണ്. അതിലപ്പുറത്തേക്ക് അവർക്ക് തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇത് വിൽക്കുന്ന വ്യക്തിക്ക് സ്വാഭാവികമായിട്ടും അത്രത്തോളം മൂളയില്ല എന്നൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ലല്ലോ. ഒരേ സിറിഞ്ച് തന്നെ ഇത്തരത്തിൽ ഉപയോഗിക്കപ്പെടുന്ന സമയത്ത് ഇത് ഇത്രയും വ്യാപനം ഉണ്ടായതിനു ശേഷം സ്വാഭാവികമായിട്ടും അതിനെക്കുറിച്ച് അറ്റ്ലീസ്റ്റ് പറയപ്പെടുക പോലും ചെയ്യാതെ ഒളിച്ചോടുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളെയൊക്കെ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഇനി ജോലിക്ക് നിർത്തുന്ന സമയത്ത് ഇതൊക്കെ സത്യത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇതര സംസ്ഥാന തൊഴിലാളികളെ പേടിക്കേണ്ട കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവരിൽ പല ആൾക്കാരും, എല്ലാവരും എന്ന് പറയുന്നില്ലെങ്കിൽ നമ്മൾ നമ്മുടെ സംസ്ഥാനത്തെ സുരക്ഷിതമാക്കി വെക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. കാരണം അന്യ സംസ്ഥാന തൊഴിലാളികൾ ഈ അല്ലെങ്കിൽ ഇവിടേക്ക് കൊണ്ടുവരുന്ന ഇതുപോലെ ലഹരികളായാലും, അല്ലെങ്കിൽ നമ്മൾ കണ്ടുകൊണ്ട് ഈ പറയുന്ന പാൻ മസാല പോലെ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അവർ ഇവിടത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. പല കേസുകൾ, ഇപ്പം കഞ്ചാവ് കേസുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഈ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കയ്യിലാണെന്നുള്ള രീതിക്ക് വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ നാടിനെ കൃത്യമായിട്ട് ഈ പറയുന്ന ലഹരിക്ക് അടിമയാക്കി മാറ്റുന്നത് ഇവർക്കൊരു പങ്കുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഷേധിക്കാൻ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള തൊഴിലാളികളെ നിയമിക്കുന്ന ഓരോ കോൺട്രാക്ടേഴ്സ് ആയാലും ഇനി ആര് തന്നെ ആയിക്കഴിഞ്ഞാലും ഇവർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹെൽത്ത് അത് ഒന്ന് അഷ്യൂർ ചെയ്യാന്നൊരു സംഭവം കൂടിയുണ്ട്. അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ അത് ടെസ്റ്റ് ചെയ്തിട്ട് വേണ്ടേ നമ്മുടെ നാട്ടിലേക്ക് സത്യം പറഞ്ഞു. അത് നമ്മുടെ നാടിൻ്റെ സേഫ്റ്റിയുടെ ഭാഗമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം പലപ്പോഴും പറയാൻ പറ്റത്തില്ല, നമ്മുടെ നാട്ടിൽ ഇനി അന്യസംസ്ഥാന തൊഴിലാളികൾ മലയാളികളെ കല്യാണം കഴിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് എന്തിലൂടെയൊക്കെ ഏതൊക്കെ തരത്തിൽ വ്യാപനം ഉണ്ടാകുന്നു, ഇവർ നല്ലവരാണോ, ഇതൊക്കെ സത്യത്തിൽ നോക്കേണ്ട കാര്യം തന്നെയാണ്. ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് ഇതൊന്നും എടുത്തുകൊണ്ടല്ല, ഒരു പക്ഷേ എന്നല്ല പൂർണ്ണമായിട്ടും എല്ലാ ആൾക്കാരും അത്തരത്തിലല്ല ജോലിക്ക് ഇവരെ നിയമിക്കുന്നതെന്ന് പറയുന്നത്. നമ്മുടെ മലയാളികൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജോലി ചെയ്യുന്ന സമയത്ത് ഇപ്പം കെട്ടിട തൊഴിലാളികളോ മറ്റായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് 1000, 1200 അടക്കം ഒരു ദിവസത്തേക്ക് കൂലി കൊടുക്കേണ്ടി വരുന്നുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും മൈക്കാട് പണി പോലുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അപ്പം ഇവർക്ക് ജോലി ചെയ്യുന്ന സമയത്ത് നമ്മളെ മലയാളികൾ അത്രയും നല്ല രീതിക്ക് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതിലപ്പുറത്തേക്ക് പറ്റിക്കാൻ വേണ്ടി ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ ഒരു തരത്തിലും വിശ്രമമില്ലാതെ ജോലി ചെയ്യാൻ തയ്യാറുള്ള ആൾക്കാരാണ് ഈ ഹിന്ദി അല്ലെങ്കിൽ സംസാരിക്കുന്ന അല്ലെങ്കിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ എന്നുള്ളത്. പ്രത്യേകിച്ച് അവരങ്ങനെ ഭയങ്കര വിശ്രമ സമയമൊന്നും എടുക്കുന്നതൊന്നും സത്യത്തിൽ കണ്ടിട്ടില്ല, പൊതുവേ കാണപ്പെട്ടിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും
അവർക്ക് കൂടുതൽ അപ്പം കുറേ പണി ചെയ്യും ഇവരെ വെച്ച് നോക്കുമ്പം. അപ്പം അവരെ കൂടുതലായിട്ട് ജോലി സ്ഥലത്തേക്ക് ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വർക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്ന വ്യക്തിക്ക് ഭയങ്കരമായിട്ട് ലാഭം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന് പ്രത്യേകിച്ച് മാനദണ്ഡങ്ങളൊന്നും നോക്കാതായിരിക്കും ഇത്തരത്തിലുള്ള ഈ ഒരു ഇറക്കുമതിയോ അല്ലെങ്കിൽ ഇവർക്ക് ജോലി കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും അവിടെയും നമുക്ക് ഇതൊക്കെ മേ ബി സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അവരുടെ ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ അവർ വല്ല ക്രിമിനൽ കുറ്റം ചെയ്തിട്ടുള്ളോ അതൊക്കെ നോക്കേണ്ട കാര്യം തന്നെയാണ്. കാരണം സ്വന്തം നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഇനി അവിടെ ഒരു പീഡനം നടത്തിയിട്ടോ അവിടെ ഒരു കൊച്ചിനെ കൊന്നിട്ടോ അല്ലെങ്കിൽ ഇത്തരത്തെ മരുന്നുകൾ ഉപയോഗിച്ചതിൻ്റെ പേരിലൊക്കെ വിലക്കപ്പെടുകയോ അല്ലെങ്കിൽ ക്രിമിനൽ കേസുകളിലുള്ള ആൾക്കാർ ഇവിടേക്ക് വന്നു കയറി കഴിഞ്ഞാൽ ഒരു ഇതുമില്ലാതെ അവർക്ക് ജോലി കിട്ടുകയാണ് ചെയ്യുന്നതെന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മുടെ നാടിൻ്റെ ഏറ്റവും മാരകമായിട്ടുള്ള രീതിയിലേക്ക് കൊണ്ടെത്തിക്കുന്ന അല്ലെങ്കിൽ ഇതുപോലുള്ള മരുന്നുകളുടെ വ്യാപനമൊക്കെ അവർ മുൻകൈ എടുത്ത് ചെയ്യുന്നുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും നമ്മുടെ നാടിനെ രക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് എത്രമാത്രം ഭയങ്കരതായിട്ട് നമ്മുടെ ഗവൺമെൻറ് ഏറ്റെടുത്ത് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മുടെ ഓരോ ജില്ലയിലും ഇതിന് അടിസ്ഥാനമായി ചെയ്യപ്പെടുന്നു എന്ന് എനിക്കറിയുന്ന ഒരു കാര്യമല്ല. കാരണം എല്ലാ ഈ പറയുന്ന അന്യദേശ സംസ്ഥാന തൊഴിലാളികളുടെയൊക്കെ ഡീറ്റെയിൽസും ഐഡിയും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണോ ഇവിടേക്ക് പ്രവേശിപ്പിക്കുന്നതെന്നും ജോലി കൊടുക്കുന്നതെന്നും ഇവിടെ താമസിപ്പിക്കുന്നതെന്നും കൃത്യമായിട്ട് അതിനെക്കുറിച്ച് എനിക്ക് അവഗാഹമില്ലാത്ത ഒരാളാണ്. പക്ഷേ പലപ്പോഴും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട് എന്ന് കേൾക്കപ്പെടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇവർക്ക് ഒരു ചെറുതല്ലാത്തൊരു പങ്ക് നമ്മുടെ നാടിനെ നശിപ്പിക്കുന്നതിൽ കുറച്ച് പേർക്കെങ്കിലും ഉണ്ട് എന്നുള്ളത് വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഒറ്റ ലഹരി മരുന്നിൻ്റെയും ഈ എയ്ഡ്സ് വ്യാപനത്തിൻ്റെയും കാര്യം മാത്രം മതി നോക്കാനായിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി മുതലെങ്കിലും അത്തരത്തിലുള്ള കാര്യങ്ങളിൽ കുറച്ചെങ്കിലും ഒരു ശ്രദ്ധ കൊടുത്തില്ലെങ്കിൽ നമ്മുടെ നാടിനെ ഇവരെ പോലുള്ള ആളുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ലഹരി മരുന്നിൻ്റെ അടിമകളാക്കി നമ്മുടെ യുവതലമുറയെ നശിപ്പിക്കുന്നതിൽ ഉറപ്പായിട്ട് ഇവരൊക്കെ മുന്നോട്ട് വന്നുകൊണ്ടേയിരിക്കും. അത് നശിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും.